ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ പവിത്രത്തിന്റെ ഒരു അടിപൊളി വിശേഷമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷത്തിലേക്ക് പോകാം. അപ്പൊ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ വേദനയാണ്. അപ്പൊ വേദ വേണ്ട വിക്രം അടുത്തു വന്നു. അപ്പൊ എനിക്ക് സ്നേഹിക്കാനാ തോന്നുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പൊ അതനുസരിച്ചാണ് വിക്രം നേരെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോഴത്തേനും വേദയുടെ ആകെ കിളി പോയി കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വിക്രം സ്നേഹത്തോടെ വരുവാണെന്നാണ് വേദ വിചാരിച്ചത്. പക്ഷെ വേദ വേഗം വന്നിട്ട് ഇവൻ കയ്യെ പിടിച്ച് വലിച്ച് നേരെ പുറത്തേക്ക് ഇറക്കി വിട്ടിട്ട്, അതെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മര്യാദയ്ക്ക് നിനക്ക് ഈ വീട്ടില് എവിടെ വേണമെങ്കിലും താമസിക്കാം, അല്ലെങ്കിൽ എവിടെ വേണമെങ്കിലും പോകാം. പക്ഷേങ്കിൽ ഈ റൂമിൽ മേലിൽ ഇനി കയറിയേക്കരുത്. ഒരവകാശം പറയുന്നതില് വേറെ ഏതും റൂമിലാണെങ്കിലും എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഈ റൂമിൽ അത് നടക്കില്ല എന്ന് പറഞ്ഞ് വേദയെ പുറത്താക്കിയിട്ട് ഇവനങ്ങ് കയറി പോവാണ് കേട്ടോ. അപ്പൊ വേദ ശരിയാക്കി തരാം എന്നുള്ളൊരു ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ കാണുന്നത് നമ്മുടെ എന്നാ പറയാ നന്ദിനിയും നന്ദിനിയുടെ കെട്ടുവിനെയാണ് കേട്ടോ. അപ്പൊ രണ്ടുപേരുടെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതാണ്ട് പെട്ടെന്ന് തന്നെ ഫോൺ വരികയാണ് കേട്ടോ. ഫോൺ വന്നിട്ട്, എടോ, നാളെ തരുവാന്ന് പറഞ്ഞതല്ലേ, പിന്നെ തനിക്ക് എന്താടോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ ചൂടാകാണ് കേട്ടോ. നാളെ കൊണ്ട് ഒരു തീരുമാനം താൻ പറയണം, മനസ്സിലായോ എന്നൊക്കെ ചോദിച്ച് ചൂടാകാണ്. ഓരോരോ ഏടകടകളെ വിനയേട്ടാ എന്ന് വിളിച്ചു. എന്താ നന്ദിനി? അല്ല, റെസ്റ്റോറന്റിൽ വെച്ചേ നിങ്ങളെ മാറ്റി നിർത്തിയ അങ്ങനെ എന്തുവാ പറഞ്ഞത്? ആര്? വർഷയുടെ ഭർത്താവേ, ദേ വേദയുടെ ചേട്ടൻ. ഓ, ഒന്നും പറഞ്ഞില്ലേ? അല്ലെന്നേ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്വതന്ത്രമായിട്ട് സംസാരിക്കാൻ ഞങ്ങള് മാറി തന്നല്ലേ? ആണല്ലേ? പക്ഷെ നിങ്ങളുടെ മുഖത്ത് ഒട്ടും തെളിച്ചുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ചോദിച്ചതാ. അത് നിനക്ക് തോന്നിയതായിരിക്കും നന്ദിനി. പിന്നെ നീ ഏറ്റെടുത്ത കാര്യം എന്തായി? വരട്ടെ, അതിനു മുന്നേ തന്ന സമ്മാനം വ്യാജനാണോന്നൊന്നും അറിയണ്ടേ? എങ്ങനുണ്ട് ഇവള? നല്ലതല്ലേ? അസലായിട്ടുണ്ട്. പൊന്നും കൊടുത്ത് തങ്കക്കുടത്തിന് എന്തിനാ പൊട്ട്? അല്ല, കാട്ടാറിനെന്തിനു പാദസരം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വിനയേട്ടൻ സോപ്പിട്ട് പതപ്പിക്കുകയാണ് നന്ദിനിയെ. എന്നിട്ട് ഈ വള ഊരാൻ നോക്കിയപ്പം അമ്പടാ, ആ പേര് പറഞ്ഞേ ഇത് പണയം വെക്കാൻ ഞാൻ തരില്ല, മനസ്സിലായോ? എടി അതിനല്ലടി, ഇതേ നീ മനസ്സിലാക്ക. ഇത് കണ്ട ഇതെല്ലാവരും ചോദിക്കും, ഇത് എവിടുന്ന് കിട്ടി, എങ്ങനെ കിട്ടി എന്നൊക്കെ. അപ്പൊ പിന്നെ നമ്മൾ ഉത്തരം പറയേണ്ടി വരില്ലേ? അത് പിന്നെ വാങ്ങിയതാന്ന് പറയണം. എടി ഇത് കണ്ട അറിയില്ലേ പഴയതാണെന്ന്. പിന്നെ നീ പറഞ്ഞതുപോലെ വ്യാജനാണെന്നറിയാൻ ഒരു തവണ പണയം വെച്ച് നോക്കുന്നതല്ലേ നല്ലത്. ചില ആവശ്യങ്ങള് ബാങ്കിലെ കാശെടുക്കാതെ ചെയ്യുകയും ചെയ്യും. സ്വർണം തന്നെയാണോ എന്ന് നമുക്ക് ഉറപ്പിക്കുകയും ചെയ്യാം എന്ന് പറഞ്ഞ നന്ദിനിയുടെ കയ്യിൽ നിന്ന് പയ്യനൈസായിട്ട് വിനയേട്ടനെ ദൂരി. അല്ലേലും നീ എന്റെ മുത്തല്ലേ, ഞാനൊന്ന് പോയിട്ട് വരട്ടെ, പോ അവിടുന്ന് എന്നൊക്കെ പറഞ്ഞ നന്ദിനിക്ക് അങ്ങ് സുഖിച്ചു. അപ്പൊ അതേണ്ട അവനൊരു വളയുമായി ആള് മുങ്ങി. അതുകൊണ്ട് എത്ര പെട്ടെന്ന് വേദിയെ പറഞ്ഞു വിടാതിരിക്കുന്നതാ നല്ലത്. ഇടയ്ക്കിടയ്ക്ക് ഇപ്പൊ വിടും എന്ന് പറഞ്ഞ് ഓരോന്നോരോന്ന് സംഘടിപ്പിക്കാം, അതാ നല്ലത് എന്നിങ്ങനെ തീരുമാനിച്ചു. അപ്പൊ അദ്ദേഹം നോക്കുമ്പോ നന്ദിനിയുടെ ഫോണിലേക്ക് വർഷ വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ വർഷ വേഗം തന്നെ, എന്റെ പൊന്നോ, ഈ നാശത്തിന് എന്തൊരായസാ, ഇപ്പൊ ഇത് ചിന്തിച്ചതേ ഉള്ളൂ, അപ്പൊ തന്നെ ഇതേ വിളിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഹായ് വർഷേച്ചി എന്ന് പറഞ്ഞു. വീട്ടിലെത്തിയില്ലേ? ഞങ്ങൾ ഇത്രയും നേരം എങ്ങനെ ചേച്ചി പറഞ്ഞ കാര്യം കൈകാര്യം ചെയ്യണം എന്ന് സംസാരിച്ചിരിക്കായിരുന്നു. വിനയേട്ടൻ ഇപ്പൊ ഇതേ പുറത്തേക്ക് പോയതേ ഉള്ളൂ. എന്നിട്ട് എന്തെങ്കിലും പ്ലാൻ കിട്ടിയോ? ഇല്ല, ആലോചിച്ച് വരുന്നതേ ഉള്ളൂ. എന്നാ ഞാനൊരു പ്ലാൻ പറയട്ടെ? പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ വർഷയ്ക്ക് മനസ്സിൽ തോന്നിയൊരു പ്ലാന് നന്ദിനിക്ക് പറഞ്ഞു കൊടുക്കാണ് കേട്ടോ. എന്താണെങ്കിലും ഇത് ശരിയാവൂന്ന് ഉറപ്പില്ല, ഞാൻ ശ്രമിച്ചു നോക്കാം. എന്നാ ശരി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പൊ ഫോൺ വെച്ചു. അയ്യോ, ഇനിയിപ്പം എന്താണേലും വേണ്ടില്ല, ഈ പെണ്ണുമ്പിള്ള ഇങ്ങനെ എന്നെയും കൂടെ കൊടുക്കുന്ന ഐഡിയ കൊണ്ട് വന്നാ ഞാനിപ്പൊ എന്ത് ചെയ്യും? എന്തായാലും കുറച്ചു കാലം ഇങ്ങനെയൊന്ന് പോകട്ടെ, എന്നിട്ടാവാം. അപ്പൊ ഇതുണ്ട്, ഭക്ഷണം കഴിക്കാനായിട്ട് വിക്രം വരുവാണ്. അമ്മേ, വിശക്കുന്നു. ദേ ഇരുന്നോ മോനെ, കഴിക്കാൻ എടുത്തു എന്ന് പറഞ്ഞു. വിക്രം അങ്ങോട്ടേക്ക് വരുമ്പം നമ്മുടെ വേദ അവിടുത്തെ ടേബിളൊക്കെ തുടയ്ക്കാണ്. ഇതേതായാലും നന്നായി. ഒരു കണക്കിന് ആ ഹോളി ഇങ്ങനെ ചടഞ്ഞു കൂടിയിരിക്കുന്നതിലും ഭേദമാണ് ഇവിടെ. പിന്നെ തന്നോട് പറഞ്ഞത് ആ റൂമിൽ കയറി കിടക്കണ്ട എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അത് ശരിയാ, പിന്നെ 3 നേരം കഴിക്കുന്നുണ്ടല്ലോ എന്ന് വേഗം വിക്രം പറഞ്ഞപ്പോ അത് വളരെ ശരിയാ. മാഷ് പറമ്പി കിളയ്ക്കുന്നത് കൊണ്ടും പിന്നെ മാഷിന് പെൻഷൻ കിട്ടുന്നത് കൊണ്ടും 3 കടാകടിയന്മാരായ ആണുങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നുണ്ടല്ലോ. എന്താ
അല്ലെങ്കിൽ പട്ടിണി കിടന്ന് ചത്തനെ എന്ന് പറഞ്ഞു വേദ. അപ്പൊ എന്താടാ നീ ഇരിക്കാത്തത്? ഇരിക്കാമേ എന്ന് പറഞ്ഞു. അപ്പൊ വേഗം വിക്രം അവിടെ ഇരുന്നു. അപ്പൊ നമ്മുടെ അമ്മ അവിടെ ഇരുന്നു കേട്ടോ. അപ്പൊ വിക്രം വേഗം തന്നെ പാക്കറ്റ് ചെയ്യുന്ന പൈസ എടുത്തിട്ട് അമ്മ ഇത് വെച്ചോ എന്ന് പറഞ്ഞു കുറച്ച് പൈസ കൊടുക്കുക. എന്തായത്? കുറച്ച് രൂപയാ. ഇരുന്നുണ്ണാൻ ആള് കൂടുമ്പോ കലവറ നിറയ്ക്കാൻ കാശ് തന്നെ വേണ്ടേ? നീ എന്തൊക്കെയാടാ ഈ പറയണത്? അമ്മ കേട്ടിട്ടില്ലേ? ഞാൻ പറയാറുള്ളതല്ല, അച്ഛന്റെ വാചകം തന്നെയാ ഇത്. ഇതാ വച്ചോ. നീ ഇതുവരെ എവിടെയായിരുന്നു? ശ്രീനി സാറിന്റെ അടുത്തുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് നിനക്ക് ഇനിയും വിട്ട് കളയാറായില്ലല്ലേ? അച്ഛൻ പറയുന്ന പോലത്തെ ആളൊന്നും അല്ല ശ്രീനി സാർ എൻ്റെ അമ്മേ. ഇപ്പൊ തന്നെ എന്തൊക്കെ കാര്യങ്ങളാ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതെന്ന് അറിയോ അമ്മയ്ക്ക്? ആ ശാന്തിനഗർ കോളനിയിലെ മുഴുവൻ ആളുകൾക്കും പട്ടയം വാങ്ങി കൊടുത്തിരിക്കുക. തഹസിൽദാർക്ക് കൊടുക്കാനുള്ള മുഴുവൻ പേപ്പേഴ്സും എന്നെ ഏൽപ്പിച്ചിരിക്കുക. അതുകൊണ്ട് ആ പാവങ്ങളുടെ എത്ര കാലത്തെ ആഗ്രഹമെന്നറിയോ? ഒന്നുമില്ലെങ്കിലും കിടക്കാനുള്ള ഒരു കൂരെങ്കിലും സ്വന്തമായില്ലേ അമ്മേ എന്നിങ്ങനെ ചോദിക്കാട്ടോ. ആ പട്ടയത്തിന്റെ കടലാസ് അടങ്ങിയ ഫയല് യശ്രീനി സാറിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങിയപ്പോ എനിക്ക് തന്നെ എന്നോടൊരു അഭിമാനമൊക്കെ തോന്നി അമ്മേ എന്ന് പറഞ്ഞു. അമ്മ കണ്ടോ, ശരിക്കും പറഞ്ഞ അമ്മയുടെ മകൻ ഇപ്പൊ ശരിയായ വഴിയില്ല എന്ന് പറഞ്ഞു. അത് മതി, ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല മോനെ എന്ന് പറഞ്ഞു. എന്റെ മോൻ വഴി തെറ്റില്ല എന്ന് നീ പറയുന്ന ആ ഉറപ്പ് മതി എനിക്ക് എന്ന് പറഞ്ഞു കമല. എന്നിട്ട് ദേഷ്യപ്പെട്ട് വേദ അങ്ങ് പോവാ. വേതാളത്തിൽ നമ്മുടെ സംസാരം ബോറടിച്ചു എന്ന് തോന്നോ? ഒന്ന് പോടെ അവിടുന്ന് എന്ന് പറഞ്ഞ് ഇട്ടുകൊടുത്ത് കഴിപ്പിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മുടെ വേതാളം എന്തോ ഒരു പ്ലാൻ ചെയ്തിട്ട് നേരെ നോക്കി എല്ലായിടത്തും നോക്കുകയാണ് കേട്ടോ, ആരെങ്കിലും കാണുന്നുണ്ടോന്ന്. പക്ഷെ ആരും കാണുന്നില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നേരെ വിക്രത്തിന്റെ റൂമിലേക്ക് കയറി ചെല്ലുകയാണ്. പക്ഷെ എന്താ പറയാ, 4 ചുറ്റും കണ്ണുള്ള ഒരാളാ വീട്ടിലുണ്ട്, നമ്മുടെ നന്ദിനി. ഇതെല്ലാം കണ്ടോണ്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പൊ നന്ദിനി പുറകെ ചെല്ലുക. ഇവളിപ്പോ എന്തിനായിരിക്കും അകത്തേക്ക് കയറിപ്പോയത്? കയറി വാതിലടയ്ക്കുകയും ചെയ്തു. നന്ദിനി പുറകെ ചെന്നു. എന്നിട്ട് ആ ജനലിൽ കൂടി ഇങ്ങനെ നോക്കുമ്പോ ആ സാറിന്റെ ഇതെടുത്ത് വെച്ചിരുന്ന ആ ഫയൽ ഉണ്ടല്ലോ, അതായത് ശ്രീനിവാസ സാർ കൊടുത്ത ആ ഫയല്, അതൊക്കെ എടുത്ത് വേദ ചെക്ക് ചെയ്തിട്ട് വേദയ്ക്ക് എന്തോ ഒരു ചെറിയൊരു ബുദ്ധി തോന്നി കേട്ടോ. അങ്ങനെ നിൽക്കുമ്പോഴാണ് വിക്രത്തിന്റെ ഫോൺ ബെല്ലടിക്കുന്നത്. ഫോൺ നേരെ ചെന്ന് വേദ എടുത്തപ്പോഴത്തേനും നമ്മുടെ രാജേട്ടനാണ് വിളിക്കുന്നത്. അപ്പൊ ഹലോ എന്നൊന്നും വച്ചില്ല. ഡാ വിക്രം, ആ പട്ടയ വിതരണത്തിന്റെ ഫ്ലെക്സ് അടിക്കണ്ടേ? ശ്രീനി സാറിന്റെ നിന്റെയും ഫോട്ടോ വെച്ചിട്ടുള്ള ഡിസൈൻ ഞാൻ അയച്ചിട്ടുണ്ട്. നീ ഒന്ന് നോക്കി കറപ്ഷൻ ഉണ്ടെങ്കിൽ ഒന്ന് അയച്ചതാ. പ്രിന്റ് അടിക്കാൻ വേണ്ടിയിട്ട് ആള് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ രാജേട്ടൻ ഫോൺ വെച്ചു. അപ്പൊ ഇത് കേട്ട ഉടനെ തന്നെ വേദയ്ക്ക് എന്തോ ഒരു കുഞ്ഞു ബുദ്ധി തോന്നി കേട്ടോ. വേദ കുറച്ചു നേരം ഒന്നും മിണ്ടിയില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ നോക്കുമ്പോഴത്തേനും അതിലേക്ക് ഒരു മെസ്സേജ് വന്നു. ആ മെസ്സേജ് വേദയുടെ ഫോണിലേക്ക് ആക്കി എല്ലാം കറപ്ഷൻ ചെയ്ത്. അപ്പൊ അതിനകത്ത് അവർ രണ്ടുപേരുടെ ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വേദ ഒരു കുഞ്ഞു ബുദ്ധി ചെയ്തു. ഈ ശ്രീനിവാസ സാറിന്റെയും ഫോട്ടോ ഉണ്ട് മാളില്. താഴെ നമ്മുടെ വിക്രത്തിന്റെ ഫോട്ടോയുടെ അടിയില് ദേണ്ട നമ്മുടെ വേദയുടെ ഫോട്ടോയും കൂടി എടുത്ത് ചേർത്ത് അങ്ങോട്ട് വെച്ചു, എഡിറ്റ് ചെയ്ത് വെച്ചു. ഒന്നും നോക്കിയില്ല. എന്നിട്ട് അതിന് നല്ലൊരു അടിപൊളി ക്യാപ്ഷനോട് അങ്ങ് അടിച്ചു കൊടുത്ത് നേരെ സെൻഡ് ചെയ്ത് അങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ടു. ഇത് ഫോണിൽ തെക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിക്രം വരുന്നത്. നീ എനിക്കിട്ട് പണിയല്ലേ? ആൾക്കാർ അറിഞ്ഞാ പ്രശ്നമാണ്. ഇനി ആൾക്കാർ അറിയില്ലല്ലോ, എല്ലാവരെയും ഞാൻ ശരിയാക്കി തരാം എന്ന് പറഞ്ഞ ഞാൻ എന്തിനാ ഇവിടെ വന്നത്, ഞാൻ ആരാ എന്നൊക്കെയല്ലായിരുന്നു ചോദ്യം. ശരിയാക്കി തരാം എന്ന് മനസ്സിൽ വിചാരിച്ച് തന്നെയാണ് വേദ അത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പൊ വേദ ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഫോൺ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് വിക്രം കയറി വരുന്നത്. ഡി എന്ന് വിളിച്ചപ്പോ ഞെട്ടിപ്പോയി കേട്ടോ. വേദ ഒന്നും അറിയാത്ത മട്ടില്ല. നീ എന്താടി ഇവിടെ ചെയ്തോണ്ടിരുന്നത്? എന്ത് ചെയ്യാൻ? നീ എന്തിനാ എന്റെ ഫോൺ എടുത്തേന്നാ ചോദിച്ചത്. സ്വന്തമായിട്ട് എനിക്ക് ഫോണിലപ്പോ പിന്നെ നിങ്ങളുടെ ഫോൺ എന്തിനാ? അതാ ഞാനും ചോദിച്ചത്. അല്ല, ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക. എന്താ നിങ്ങളുടെ പ്രശ്നം? പറയേ. ഒന്ന് നേരെ നിൽക്കാൻ സമ്മതിക്കില്ല. അതെ, ശരിക്കും പറഞ്ഞാല് റൂം തുടച്ചാ പ്രശ്നം, ടേബിള് തുടച്ചാ പ്രശ്നം, പിന്നെ വെറുതെ നിന്ന അതും പ്രശ്നം, മൊത്തത്തിൽ പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ചോദിച്ചു. എനിക്കെന്താ ഈ വീട്ടിലെ ശ്വാസം വിടാൻ പോലും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ചു. ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്ക. എന്താ നിങ്ങളുടെ പ്രോബ്ലം? വേഗം പറയാനല്ലേ പറഞ്ഞത് എന്ന് ചോദിച്ചു. വേദ ഇങ്ങനെ അടുത്തോട്ട് ചെല്ലുകയാണ് വിക്രത്തിന്റെ. അപ്പൊ വിക്രം ഇങ്ങനെ പുറകോട്ട് മാറുന്നു. എന്നിട്ട് അവസാനം ആള് വേഗം ചെന്നാ ഫോൺ എടുത്തു കേട്ടോ. ഇനി ചോദിച്ചാൽ ചിലപ്പോൾ ഇവളെന്താ ചെയ്യുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ ആള് ഫോൺ എടുത്തിട്ട് നമ്മുടെ വേദന ഒന്ന് നോക്കി. വേറെ വലിയ കൂസലൊന്നുമില്ല. ആള് ഫോൺ തോണ്ടിക്കൊണ്ട് നിൽക്കുകയാണ്. എന്റെ ദൈവമേ, രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ വേദ തൽക്കാലം കണ്ടില്ല.
അപ്പം എന്താണേലും ഫോണിൽ നോക്കിയില്ല, ആ ഫ്ലെക്സ് കണ്ടുമില്ല. അയ്യോ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ വേണ്ട ഫ്ലെക്സ് അടിക്കാനുള്ളത് അയച്ചു കൊടുത്തല്ലോ. അപ്പൊ വേണ്ട ജോസ് ഇത് നോക്കിയിട്ട്, രാജേട്ടാ ഒന്നിങ്ങി വന്നേ രാജേട്ടാ, കണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ അനിയൻ കൂട്ടനെയൊക്കെ കാണിക്കൊടുക്കുക. എന്താ ഫോട്ടോ അടിക്കാൻ പറഞ്ഞപ്പോ പച്ചത്തറി പറഞ്ഞോ? എങ്കിലും ഓക്കെ ആയിരുന്നോ? ദേ ഇത് നോക്ക് എന്ന് പറഞ്ഞ ആ വേദയുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് നോക്കാണ് കേട്ടോ. ഇത് കണ്ട് ഇവര് ഞെട്ടി. അയ്യോ കറപ്ഷൻ വല്ലതുകൊണ്ട് അയക്കാനല്ലേ രാജേട്ടൻ പറഞ്ഞത്? ഇതിപ്പോ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ചോ. അപ്പൊ ഇതല്ലേ കറപ്ഷൻ? എന്റെടാ ഫ്ലെക്സിൽ ആ പെണ്ണിന്റെ ഫോട്ടോയും കൂടെ വെക്കാൻ വിക്രം സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പിന്നെ ഇത് സമ്മതിക്കാതെയാണോ അവൻ ഈ ഫോട്ടോ അയക്കാവുന്നത്? പിന്നെ ഇത്രയും പെട്ടെന്ന് ഇവൻ ഇങ്ങനെ ചെയ്യാനായിട്ട്? വിക്രം ഇത് മനഃപൂർവ്വം ചെയ്താണെങ്കിലോ? ഒരു ബാഗ് കാശും കൊടുത്ത് അവനെ വിലക്കെടുക്കാൻ നോക്കിയതല്ലേ. അതുകൊണ്ട് ആ ഫാമിലി ഒന്ന് നാണം കെടുത്താൻ അവൻ മനഃപൂർവ്വം ചെയ്തതാണെങ്കിലോ രാജേട്ടാ? അത് ശരിയാട്ടോ രാജേട്ടാ എന്ന് പറഞ്ഞു. ഇതിലും വലിയൊരു പണി ഇനി അവർക്ക് കൊടുക്കാനില്ലെന്ന് അവർ തോന്നിക്കാണും. അപ്പൊ ആ ജഡ്ജിയുടെ വീട്ടുകാരുമായിട്ട് പരസ്യമായി കോർക്കാൻ ഇറങ്ങിയിരിക്കുക. എന്താ സംശയം? അല്ലെങ്കിലും അഭിമാനത്തിൽ മുറിവേറ്റ നമ്മുടെ വിക്രം വേറൊരു ലെവലാ. അത് ശരിയാ. മുറിവേറ്റ സിംഹാസത്തിന്റെ നിശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരായിരിക്കും എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാട്ടോ, ഭയങ്കര സന്തോഷത്തില്. ഏതായാലും അയച്ചതല്ലേ, നീ അയച്ചു കൊടുക്ക, കൊണ്ടുപോയി പ്രിന്റ് അടിക്കട്ടെ, ഡബിൾ ഓക്കെ എന്ന് പറഞ്ഞ് ഇവര് പ്രിന്റ് അടിക്കാനുള്ള ഇതിലേക്ക് അങ്ങോട്ടേക്ക് കൊടുക്കാണ് കേട്ടോ. അതിനുശേഷം പ്രിന്റ് അടിച്ച ശേഷം ദേ പോസ്റ്ററൊക്കെ കൊണ്ടുവന്ന് വേണ്ട ഒട്ടിക്കാണ്. അങ്ങനെ വെക്കുമ്പോഴത്തേനുമാണ് നമ്മുടെ രാധ അതിലേ വരുന്നത്. അപ്പൊ നോക്കുമ്പോ എന്താ ശ്രീനിവാസൻ സാറിന്റെ ഫോട്ടോ, അതിന്റെ താഴെ വിക്രത്തിന്റെ അടുത്തതേണ്ട നമ്മുടെ വേദ. ഞെട്ടി തരിച്ചു പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. രാധ വേഗം വണ്ടി നിർത്തിയിട്ട് നേരെ ആ പോസ്റ്ററിന്റെ അടുത്തേക്ക് ചെല്ലുകയാണ് കേട്ടോ. എന്നിട്ട് അത് നോക്കുകയാണ്. നോക്കിയപ്പോഴാണ് ഞെട്ടിയത്. പ്രോഗ്രസ് പീപ്പിൾസ് പാർട്ടിയിലെ നവദമ്പതികൾക്ക് അഭിനന്ദനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ വേദയുടെയും അതുപോലെ തന്നെ വിക്രത്തിന്റെയും ഫോട്ടോ അതിനകത്ത് വന്നിരിക്കുന്നത്. ഒയ്യോ ഞെട്ടിപ്പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അപ്പൊ ആ ചേട്ടൻ ഇങ്ങനെ ഇത് നോക്കുന്ന കണ്ടിട്ട്, നല്ല രസമുണ്ട് അല്ലേ എന്ന് ചോദിച്ചു. നല്ല ജോഡിയല്ലേ? ആണോ? എന്നാ പിന്നെ താൻ വീട്ടിൽ കൊണ്ടുപോയി പോയി ചില്ലിട്ട് വെക്ക എന്ന് ആ ഫ്ലെക്സ് വെച്ചോണ്ടിരുന്ന അയാളോട് ദേഷ്യപ്പെട്ടിട്ട് രാധ ഒരെണ്ണം പറിച്ച് കൈ പിടിച്ചുകൊണ്ട് നേരെ ഇറങ്ങി അങ്ങ് പോവാണ് കേട്ടോ. അനി എല്ലാവരെയും ഒന്ന് കാണിക്കണമല്ലോ, അതിന് വേണ്ടിയിട്ട്. പിന്നെ കാണുന്നത് നമ്മുടെ വർഷേനെയും ശ്രീകാന്തിനെയാണ്. അപ്പൊ അവരിങ്ങനെ യാത്ര ചെയ്യുമ്പോ എന്താ വർഷ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തിയപ്പം എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പം ദേ അങ്ങ് നോക്ക് എന്ന് പറഞ്ഞു. അയ്യോ ഇതെന്താ ഇവളുടെ ഫോട്ടോ ഇതിനകത്ത് എന്നിങ്ങനെ ചോദിച്ചു. അത് മാത്രമല്ലല്ലോ, പ്രോഗ്രസീവ് പാർട്ടിയുടെ നവദമ്പതികൾ എന്ന് മാത്രമില്ലേ, അതുകൂടെ നീ കണ്ടില്ലേ? ഇത് നമ്മളെ അപമാനിക്കാൻ തന്നെയാ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ തന്നെയാ അത് സംഭവിച്ചിരിക്കുന്നത്. നേരത്തെ രണ്ട് വീട്ടുകാർക്കിടയിൽ മാത്രം ഒതുങ്ങിയിരുന്ന വിഷയം ഇപ്പൊ നാട്ടുകാർക്കിടയിൽ ഒരു ചർച്ചാ വിഷയമാക്കി മാറ്റിയില്ലേ. ഇനി എന്ത് ചെയ്യും? നമ്മളുടെ കയ്യിൽ ഒതുങ്ങിയാല്, അല്ലെങ്കിൽ അത് നമ്മൾ ഇനിയും പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പാർട്ടി വിഷയമാക്കിയതാ. അവളെ തിരിച്ചു കൊണ്ടുപോകും എന്നൊക്കെ പറഞ്ഞത് നാടകമായിരിക്കും. അവൾ എന്തെങ്കിലും കള്ളത്തരം എന്തെങ്കിലും മനസ്സിൽ വെച്ചോണ്ടാ നടക്കുന്നതെന്ന് എനിക്ക് ആദ്യമേ സംശയം ഉണ്ടായിരുന്നു ശ്രീ. എനിക്ക് തോന്നുന്നു അവരബദ്ധത്തിൽ കെട്ടിയത് പോലും അവന്റെ നാടകമായിരുന്നു എന്ന് എനിക്ക് തോന്നണത്. അതേനെ, ചിലപ്പോ അവനും നിങ്ങളുടെ അനിയത്തിയും കൂടി ചേർന്ന് കളിച്ച കളിയാണെങ്കിലോ? നീ എന്തൊക്കെയാ പറയുന്നത്? എനിക്ക് അവളെ ഒരു വിശ്വാസമില്ല. കല്യാണത്തിന്റെ പിറ്റേന്ന് സോഷ്യൽ മീഡിയ വന്ന വാർത്തയില്ലേ, വൈറലാകാനുള്ള കാമുകന്റെയും കാമുകിയുടെയും വിദ്യയായിരുന്നു എന്ന്. ചിലപ്പോ നിങ്ങളുടെ പെങ്ങള് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും വിഡ്ഢിയാക്കിയതായിരിക്കും. അതുകൊണ്ട് അവക്ക് എന്ത് നേട്ടം? അവക്ക് ഇഷ്ടപ്പെട്ട വിവാഹം അത് നടന്നില്ലേ? അതിനുവേണ്ടി അവളെല്ലാം ത്യജിച്ചു എന്നാണോ? എന്ത് ത്യജിക്കണം? നിയമപ്രകാരം കേസ് നടത്തിയാൽ അവകാശപ്പെട്ടിയത് നേരത്തെ സ്വന്തമാക്കാമെന്ന് അവക്ക് നേരത്തെ അറിയാം. പഠിച്ച വക്കീല് തന്നെയല്ലേ ശ്രീ അവളോ എന്ന് ചോദിച്ചു. അപ്പൊ വേഗം തന്നെ ഇത് സീറ്റ് ബെൽറ്റ് വരുവാ. നീ എങ്ങോട്ടാ? ഏതായാലും കണ്ടതല്ലേ, ആ പോസ്റ്റർ ഒന്ന് ഫോട്ടോ എടുത്ത് വെക്കാം. എന്താവശ്യത്തിന്? അല്ല അയ്യോ അതെ, നിങ്ങളുടെ പെങ്ങളെയും ഭർത്താവിനെയും ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കാണാനല്ല, അവളെ തന്നെ മതിയെന്ന് പറഞ്ഞ് നോക്കിയിരിക്കുന്ന ഒരാളുണ്ടല്ലോ, എന്റെ അനിയൻ ദർശൻ. അവനൊന്ന് അയച്ചു കൊടുക്കാനാ. അവൻ എന്തിനാ അയക്കുന്നത്? വേണ്ടേ പറ. അവൾക്ക് വേണ്ടിയിട്ട് കാത്തിരുന്ന് ജീവിതം തുലയ്ക്കുന്ന എന്റെ അനിയൻ, അവൾ ഒരുമിച്ച് ജീവിതം തുടങ്ങിയെന്ന് അറിയണ്ടേ? പറയ എന്ന് പറഞ്ഞു. എന്നിട്ട് വർഷ നേരെ ചെന്നു ഫോട്ടോ എടുക്കാണ് കേട്ടോ. മതി വർഷ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേനും വർഷ വന്ന് വണ്ടിയിൽ കയറി. എന്നിട്ട് ഇവർ രണ്ടുപേരുടെ
പോവാൻ തുടങ്ങുകയാണ്. അപ്പൊ വർഷ വന്ന ഉടനെ തന്നെ നമ്മുടെ ദർശന് ഫോട്ടോ അയച്ചിട്ട് എന്താ അയച്ചു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചപ്പം അയച്ചു. പക്ഷെങ്കിലേ ആ ബ്ലൂ ടിക്ക് കാണില്ല, അവൻ കണ്ടില്ല. അവൻ കണ്ടോളും, അത് പറ്റില്ലല്ലോ, ഇപ്പൊ തന്നെ കാണണം. അപ്പൊ ഇങ്ങനെ നോക്കിയിരിക്കുന്ന സമയത്ത് ദാ വന്നു, അവൻ കണ്ടു എന്ന് പറഞ്ഞ ആശ്വാസത്തില് ഇവർ രണ്ടുപേരോട് അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ദർശൻ ഈ ഫോട്ടോയൊക്കെ കണ്ട് ആള് ഭയങ്കര സങ്കടത്തിലായിട്ടോ. അപ്പൊ പെട്ടെന്ന് ദർശൻ ഓർമ്മ വന്നത് കല്യാണത്തിന്റെ തലേ ദിവസം അവിടെ ഫംഗ്ഷൻ ഉണ്ടായിരുന്നല്ലോ, ആ ഫംഗ്ഷന്റെ കാര്യമാണ് വേഗം ഓർമ്മ വന്നത്. വേദയോട് പറഞ്ഞിരുന്നു, വേദ ഞാൻ പല തവണ തന്നോട് ഞാൻ 3 വാക്ക് പറഞ്ഞിരുന്നു, പക്ഷെ താൻ ഒരിക്കൽ പോലും തിരിച്ചത് പറഞ്ഞതേ ഇല്ലല്ലോ, എന്ത് ഓർക്കുന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇല്ല എന്നിങ്ങനെ വേദ കാണിച്ചു കേട്ടോ. മറ്റൊന്നുമല്ല, ഐ ലവ് യു. അപ്പൊ വേദ ഒന്ന് ചിരിക്കുക മാത്രമാണ് ചെയ്തത്. ആ ഒരു കാര്യം ഓർത്തിട്ട് എന്താണെങ്കിലും ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ആള് വല്ലാത്തൊരു വിഷമം. പിന്നെ കാണുന്നത് നമ്മുടെ ജഡ്ജിനെയാണ്. അപ്പൊ ജഡ്ജി ഇതൊക്കെ കണ്ട് ആകെ സമനില തെറ്റിയതുപോലാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശിക്ക് ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ പത്മ ഉണ്ട്, അതുപോലെ തന്നെ ദീപ്തിയുണ്ട്. അപ്പം വേഗം തന്നെ ഇതിങ്ങനെ കണ്ടിട്ട് എന്താണെങ്കിലും കണ്ടോ പത്മം എന്നൊക്കെ ചോദിച്ചു. മുത്തശ്ശി ഭയങ്കര ഹാപ്പി ആട്ടോ, ആളിങ്ങനെ സന്തോഷിച്ച് നിൽക്കുകയാണ്. അപ്പൊ ദീപ്തിയോട് ഇങ്ങനെ ചോദിക്കുക, നിനക്കിത് എവിടെന്നാ കിട്ടിയ മോളെ എന്നിങ്ങനെ ചോദിച്ചു. വഴി നീളെ ഒട്ടിക്കുന്നുണ്ടമ്മേ, ഒരെണ്ണം ഞാൻ ചോദിച്ചു വാങ്ങിയതാ. കണ്ടോ പത്മം, ഞാൻ പറഞ്ഞില്ലേ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുമെന്ന്. എത്ര സന്തോഷത്തിലാ രണ്ടുപേരും ചേർന്ന് നിൽക്കുന്നതെന്നൊന്ന് നോക്ക്. ഇതുകൂടി കണ്ട ഇനി ഈ വീട്ടിൽ എന്താവുന്നാ പേടി. നമ്മൾ പറയട്ടെ എന്താ കാര്യം. വിക്രം മനസ്സ് മാറി സ്നേഹിക്കാൻ ആരംഭിച്ചാൽ ഈ ലോകത്ത് ആരെതിർത്താലും അത് സംഭവിക്കാൻ പോകുന്നില്ല. ഇത് മനസ്സ് മാറിയതൊന്നും അല്ല മുത്തശ്ശി, അതിൽ എഴുതിയേക്കുന്നത് കണ്ടില്ലേ, പ്രോഗ്രസീവ് പാർട്ടിയിലെ നവദമ്പതികൾക്ക് അഭിനന്ദനമല്ലേ. അതിനെന്താ മുത്തശ്ശി, ഇത് പാർട്ടി തീരുമാനം കാരണം വെറുതെ അടിച്ചതാണെങ്കിലോ, ഇലക്ഷൻ വരുമ്പോ ഈ വിഷയം എടുത്തിട്ട് പറയാതിരിക്കാൻ വേണ്ടി ഒരു മുൻകൂർ ജാമ്യം, അങ്ങനെ സംഭവിക്കുവോ? രാഷ്ട്രീയത്തിൽ അതിലപ്പുറം സംഭവിക്കും അമ്മേ. ഏതായാലും അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അതറിഞ്ഞു, അങ്ങനൊരു ഗുണം ഉണ്ടായി. അപ്പൊ വണ്ടിയുടെ ഒച്ച കേട്ടോ, അച്ഛൻ വന്നെന്ന് തോന്നുന്നു. ഇത് കാണിക്കാൻ നിൽക്കണ്ട, നീ വേഗം തന്നെ, നമ്മളായിട്ട് കാണിച്ചില്ലെങ്കിലും അച്ഛൻ കണ്ടു കാണും, വഴിയിലൂടെയല്ലേ വന്നത്, ഇവിടെ വെച്ച് കണ്ട, നീ ഇത് മുറി കൊണ്ടുവയ്ക്ക എന്ന് പറഞ്ഞ ദീപ്തിയുടെ കയ്യിലേക്ക് കൊടുത്തു. ദീപ്തി ഇതുമായിട്ട് ഇങ്ങനെ പോവാ. അപ്പം എന്താടി അത് എന്നിങ്ങനെ ചോദിച്ചു കേട്ടോ. അപ്പൊ പിന്നെ എന്താ പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ കയ്യിലിരുന്ന് കാണിക്കാനല്ലേ പറഞ്ഞത്. അപ്പൊ പോസ്റ്റർ നേരെ കാണിച്ചു കൊടുക്കാണ്. ഓഹോ, ഇത് ഇനി ഇവിടത്തേയും കൂടെ ഒരു കുറവേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം അതും തൃപ്തിയായി അല്ലെ എന്നിങ്ങനെ ചോദിച്ചു. ഇതോടെ കണ്ടപ്പോഴത്തേനും ജസ്റ്റിസിന്റെ സകല നിയന്ത്രണവും വിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്റെ പൊന്നോ, നാട് മുഴുവൻ കുടുംബത്തിന്റെ മാനം കെടുത്തിയത് പോരാഞ്ഞിട്ടല്ലേ അത് വീടിനുള്ളിലേക്ക് കെട്ടിയെടുത്തത് എന്ന് ചോദിച്ച് അത് വലിച്ചു കീറുക. ശങ്കര, നീ എന്താ കാണിക്കുന്നത്? ഇത് നമ്മുടെ മോളുടെ ഫോട്ടോ ഇല്ലേ അത്? ഇത് വെറും ഫോട്ടോ അല്ല പത്മം, നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനവും അന്തസ്സുവാ. അത് നശിപ്പിക്കാനാ അവൻ ഈ പോസ്റ്റർ അടിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അതിലൊരു തുക്കട പാർട്ടിയുടെ സപ്പോർട്ടും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് വലിച്ച് കീറി എറിഞ്ഞിട്ട് ജസ്റ്റിസ് അകത്തേക്ക് കയറി പോവാണ്. അപ്പൊ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ്. അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്ത് ആ ബെൽ ബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പുതുപുത്തൻ വിശേഷമായിട്ട് എത്താം. ബൈ ആൻഡ് സീ യു അഗൈൻ.